റിജേഷിന്റെ കരവിരുതുകളിലൊക്കെയും വിശ്വാസത്തിന്റെ അംശങ്ങളുണ്ട്. തെയ്യങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടമുണ്ട്. അതുകൊണ്ടു തന്നെയാവണം ചിരട്ടകളിൽ റിജേഷ് തീർത്ത തെയ്യക്കോലങ്ങൾക്കൊക്കെയും ജീവന്റെ തുടിപ്പ്. വെൽഡിംഗ് തൊഴിലാളിയായ കല്യാശ്ശേരിയിലെ റിജേഷ് ജോലിയുടെ ഇടവേളകളിലാണ് തെയ്യക്കോലങ്ങൾ ഉൾപ്പെടെയുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ചിരട്ട കഷ്ണങ്ങൾ തേച്ചു മിനുക്കി വിവിധ രൂപത്തിലേക്ക് ഒട്ടിച്ചായിരുന്നു ആദ്യ പരീക്ഷണം. സംഭവം ക്ലിക്കായതോടെ പൊട്ടാത്ത ചിരട്ടയിലായി അടുത്ത പരീക്ഷണം. തെയ്യങ്ങൾ എന്നും ഹരമാണ് റിജേഷിന്. ചെണ്ടയ്ക്ക് മേലെ കോല് വീഴുന്നിടത്തുണ്ടാകും അയാൾ. അതുകൊണ്ട് തന്നെ കരകൗശല നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞതും തെയ്യക്കോലങ്ങളായിരുന്നു. ഇതിനായിട്ട് ഫുൾ ടൈം ഇരിക്കാറില്ല, എങ്കിലും ഒരു 1-2 ദിവസം കൊണ്ട് ആവും. ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 8 മാസമേ ആയുള്ളൂ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ചെറിയ ജഗ് അങ്ങനത്തിനുള്ള ആക്കി, പിന്നെ ഫസ്റ്റ് ആക്കിയതാണ് ഗുളികൻ്റെത്. അതാക്കിയിട്ടല്ലാതെ നല്ല അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. വരക്കാനൊക്കെ ആദ്യം ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് എല്ലാം ഒട്ടിച്ചിട്ട് ശില്പമായ ശേഷം കളർ ചെയ്യും. ഇപ്പം തെയ്യം തന്നെ 11ഓളം തെയ്യങ്ങൾ ശില്പമുണ്ട്. പിന്നെ പൂക്കൾ, ചെടികൾ, വിളക്ക്. നാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിൽ കണ്ടുകണ്ട് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഗുളികന്റെ കോലമാണ് ആദ്യമായി ഇദ്ദേഹം നിർമ്മിച്ചത്. നാട്ടുകാരും വീട്ടുകാരും പ്രോത്സാഹിപ്പിച്ചതോടെ കൂടുതൽ തെയ്യക്കോലങ്ങളും വിളക്കുകളും പൂക്കളും ചിരട്ടകളിൽ വിരിഞ്ഞു. വിഷ്ണുമൂർത്തി, ഉച്ചിട്ട ഭഗവതി, കരിങ്കുട്ടിച്ചാത്തൻ, മുച്ചിലോട്ട് ഭഗവതി, തോട്ടങ്കര ഭഗവതി, തായ്പര ദേവത എന്നീ തെയ്യങ്ങളുടെ രൂപങ്ങൾ റിജേഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. തായ്പര ദേവതയ്ക്ക് 3 അടിയോളം ഉയരമുണ്ട്. ചിരട്ട മിനുസപ്പെടുത്തിയെടുത്ത് രൂപങ്ങൾക്കനുസരിച്ച് മുറിച്ചാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഒരു ദിവസം സമയമെടുക്കും റിജേഷ് ഒരു തെയ്യക്കോലം പൂർത്തിയാക്കാൻ. ETV ഭാരത്, കണ്ണൂർ.